കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു. മുണ്ടക്കയം ബസ് സ്റ്റാൻഡിലാണ് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ നിർവഹിച്ചു. പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഹൈറേഞ്ചിൻ്റെ കവാടമാണ് മുണ്ടക്കയം. ഒരുപാട് പ്രത്യേകതകൾ മുണ്ടക്കയത്തിനുണ്ട്. അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളും ഹൈറേഞ്ചിൻ്റെ കവാടമാകുമ്പോൾ മുണ്ടക്കയത്ത് ഉണ്ടാവാൻ സാധിക്കുന്നു. രാസലഹരി അടക്കമുള്ള ചെറുപ്പക്കാരെ അടക്കം വ്യാപകമായി ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ നാട് പോകുമ്പോൾ ഇരുട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആ ഇരുട്ട് മാറി വികസനത്തിൻ്റെ പുതിയ വെളിച്ചമായി ഒരുപാട് വികസന പദ്ധതികൾ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിക്കുന്നുണ്ട്. അതിനോടൊപ്പമെല്ലാം ജില്ലാ പഞ്ചായത്തും ഒപ്പം ഉണ്ടാകും. പിന്നെ ഡിവിഷനെല്ലാം 8 വാർഡുകൾ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ എരുമേലി ഡിവിഷൻ്റെ ഭാഗമാണ്. അപ്പോൾ മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് എല്ലാവരുടെയും ഭാഗമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വരമ്പുകളൊന്നും നോക്കാതെ വികസന പ്രവർത്തനത്തിൽ 3 തലങ്ങളും ജില്ലാ, ബ്ലോക്ക്, ഗ്രാമതലങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ലൈറ്റ് സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ മാത്രമല്ല മണിമലയിലും കോരുത്തോട്ടിലും എരുമേലി ടൗണിലും ഇവിടെ ഇപ്പോൾ പ്രസിഡന്റിൻ്റെ വാർഡടക്കമുള്ള മേഖലകളിലെല്ലാം വികസനത്തിൻ്റെ പുതിയ വെളിച്ചം എത്തുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CV അനിൽകുമാർ, ഷിജി ഷാജി, പഞ്ചായത്ത് അംഗങ്ങളായ ദിലീഷ് ദിവാകരൻ, ഫൈസൽ മോൻ, റേച്ചൽ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ MG രാജു, വിനീത് പനമൂട്ടിൽ, ജിനീഷ്, നിസാർ, റിയാസ്, ഷിയാസ്, ഷംസു, സജീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.